ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികയേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ ശ്രീ അനിൽ സാർ, ആചാര്യസ്ഥാനത്തുള്ള ശ്രീ മനോജ് ശാസ്ത്രി സാർ, സുലേഖ ടീച്ചർ, സഹപാഠികൾ, കുഞ്ഞുമക്കൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ഈ കൂട്ടായ്മയിൽ നടന്നു വരുന്ന ശിവകുടുംബകം എന്ന പേരിൽ മേടമാസത്തിലെ തിരുചതയത്തിന് തിരികൊളുത്തിയ പ്രഭാഷണ പരമ്പരയിലെ ഇന്നത്തെ ദിവസം ഭഗവാന്റെ കൃപാകടാക്ഷത്തിനാൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബാഹുലേയാഷ്ടകത്തിൻ്റെ 2ാമത്തെ ശ്ലോകമാണ്. ബീജമന്ത്രാക്ഷരങ്ങൾ 3 വട്ടം ആവർത്തിച്ച് അന്ത്യപാദത്തിൽ ഭാവയേ ബാഹുലേയം, ബാഹുലേയനെ ഞാൻ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. ബഹുലകളുടെ മകൻ എന്ന അർത്ഥത്തിലാണ് ബാഹുലേയൻ എന്ന പദം ഉച്ചരിക്കുന്നത്. ശ്രദ്ധര എന്ന വൃത്തത്തിൽ മന്ത്രരൂപത്തിൽ രചിക്കപ്പെട്ട 8 ശ്ലോകങ്ങളടങ്ങിയ സംസ്കൃത കൃതിയാണ് ബാഹുലേയാഷ്ടകം. ഈ കൃതി തന്ത്രശാസ്ത്രത്തിലൂടെ രോഗങ്ങളും ബാധോപദ്രവങ്ങളും ഒക്കെ അകറ്റുവാൻ പര്യാപ്തമാണ്. ഈ കൃതിയുടെ മന്ത്രോച്ചാരണത്തിൽ ഏകാഗ്രതയും ശക്തിയും വർദ്ധിപ്പിക്കുവാൻ ഓരോ ശ്ലോകത്തിലും പലതരം ധ്വനികൾ ഭഗവാൻ ആവർത്തിച്ചിരിക്കുന്നു. നമുക്ക് 2ാമത്തെ ശ്ലോകം നോക്കാം. ഓം ഹ്രീം 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 ഹൃഷ്ടഷഡ്ഗന്ധരമഖമരണാരണ്യ സമ്മത്തവന്യം ഐം 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 ഐംഗുദീ സത്ഫലമൃദുമിളിത പ്രാശിയോഗീന്ദ്രവന്ദ്യം ക്ലീം 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 ക്ലിഷ്ടകായ ക്ലമതവദഹന ക്ലേശനന്മൂലനാശം സൗം 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 സൗര്യകാന്തി ഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. ഹ്രീം 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 എന്ന രീതിയിൽ മുഴങ്ങുന്ന ശബ്ദത്തോടു കൂടിയവൻ, അങ്ങനെയാണ് 2ാമത്തെ ശ്ലോകത്തിൽ ഭഗവാന്റെ ശബ്ദത്തെ വിശേഷിപ്പിക്കുന്നത്. ആദ്യത്തെ വരിയെന്ന് പറയുന്നത് ഹ്രീം 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 ഹൃഷ്ടഷഡ്ഗന്ധരമഖമരണാരണ്യ സമ്മർത്തവന്യം. ഇഷ്ടദേവൻ ബ്രഹ്മത്തിൻ്റെയും ത്രിമൂർത്തികളുടെയും പ്രതിനിധിയായിരിക്കുന്നത് പോലെ പ്രാണന്റെയും പ്രതിനിധിയാണ്. അതാണ് ബാഹുലേയനെ ഹ്രീം 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 എന്ന അക്ഷരസ്വരൂപനായി വിവരിച്ചിരിക്കുന്നത്. ഹൃഷ്ടഷഡ്ഗന്ധരം, സദാ സന്തോഷം നിറഞ്ഞ് നിൽക്കുന്ന 6 മുഖങ്ങളോട് കൂടിയവനാണ് സുബ്രഹ്മണ്യൻ. നമുക്കറിയാം, സ്കന്നമായ ശിവബീജത്തിൽ നിന്നും ജനിച്ചവനാണ് സുബ്രഹ്മണ്യൻ. കുങ്കുമം പോലെ ചുവപ്പ് നിറമുള്ളവനും ഉത്സാഹഭരിതനും മറ്റുള്ളവർക്ക് ആനന്ദം പകരുന്നതിനുമാണ് സുബ്രഹ്മണ്യൻ. സ്വയം പരമാനന്ദ സ്വരൂപിയുമാണ്. സുബ്രഹ്മണ്യ ഭഗവാന്റെ ഈ വിശേഷണങ്ങളൊക്കെ തന്നെയും ശ്രീ നാരായണ മഹാഗുരുദേവൻ ഭഗവാന്റെ ഗുഹാഷ്ടകം എന്ന കൃതിയിൽ വിവരിക്കുന്നുണ്ട്. തൻ്റെ ഭക്തന്മാരെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നവനാണ് സുബ്രഹ്മണ്യൻ. പ്രപഞ്ചത്തിൻ്റെ ആദികാരണവും ദുഃഖം ലവലേശമില്ലാത്തവനുമാണ് സുബ്രഹ്മണ്യ ഭഗവാൻ. 6 അമ്മമാരാണല്ലോ ഭഗവാനെ പാലൂട്ടി വളർത്തിയത്. 6 അമ്മമാരെയും സന്തോഷിപ്പിക്കുവാനായി 6 മുഖത്തോടു കൂടിയവനായതുകൊണ്ടാണ് ഭഗവാനെ ആറുമുഖൻ എന്ന പേരിലും നമ്മൾ വിളിക്കുന്നത്. 6 അമ്മമാരെയും സന്തോഷിപ്പിച്ച് അതോടൊപ്പം തന്നെ സ്വയം സന്തോഷിച്ച് ലോകത്തിന് വെളിച്ചമായി വർത്തിക്കുന്നവനാണ് ഭഗവാൻ. 2ാമത്തെ വരി നോക്കിയാൽ ഐം 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 ഐംഗുദീ സത്ഫല മൃദുമിളിത പ്രാശിയോഗീന്ദ്രവന്ദ്യം. ഐം 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 എന്ന ശബ്ദത്തോടെ മുഴങ്ങുന്നവനും ഐംഗുദീ സത്ഫല മൃദുമിളിത പ്രാശിയോഗീന്ദ്രവന്ദ്യം, അതായത് ഓടപ്പഴം പാകത്തിന് ചേർത്ത് ഉണ്ടാക്കിയ ഭക്ഷണം ഭുജിക്കുന്ന യോഗീന്ദ്രന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും. യോഗീന്ദ്രന്മാരുടെ സവിശേഷത എന്തെന്നാൽ അവർ ആത്മീയതയും ഭൗതികതയും അതിൻ്റെ എല്ലാം ശ്രേഷ്ഠത അനുഭവിക്കുന്നവരാണ് യോഗീശ്വരന്മാർ. അങ്ങനെയുള്ള അവർ ഭഗവാനെ വന്ദിക്കുന്നു. 3ാമത്തെ വരി നോക്കിയാൽ ക്ലീം 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 ക്ലിഷ്ടകായ ക്ലമദവദഹന ക്ലേശ നിർമൂല നാശം, അതായത് ബീജാക്ഷരം ക്ലീം 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 എന്ന ശബ്ദത്തോടു കൂടി മുഴങ്ങുന്നവനും കായ ക്ലമദവദഹനം, കായ എന്നാൽ ശരീരം,
ശരീരക്ലേശത്തെ ഇല്ലാതാക്കുന്നവൻ ആരോ? സുബ്രഹ്മണ്യൻ. അവനാണ് സുബ്രഹ്മണ്യൻ. നമ്മുടെ ഭൗതികമായ എല്ലാ ശരീരക്ലേശത്തെയും സുബ്രഹ്മണ്യ ഭഗവാൻ ഇല്ലാതാക്കുന്നു. ക്ലേശ നിർമൂലനാശം, സംസാരക്ലേശത്തെ വേരോടെ പിഴുതെറിയുന്നു. ഭഗവാൻ വിചാരിച്ചാൽ നമ്മുടെ എല്ലാ തരം ഉള്ള സംസാര രോഗങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാക്കാൻ പറ്റും. വേരോടെ പിഴുതെറിയുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവിടെ പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ല. വേരോടെ പിഴുതു കളഞ്ഞു, പിന്നെ അവിടെ ഒന്നും തന്നെ ഇല്ല. സംസാര ക്ലേശം നമ്മുടെ മാറിക്കിട്ടി, മുഴുവനോടപ്പാടെ മാറി. അതിനായി പക്ഷെ എന്തു വേണം? ഉറച്ച ഭക്തിയോടെ ഭഗവാനെ ആരാധിക്കണം, വിളിക്കണം, സ്മരിക്കണം. അടുത്ത വരി, 4ാമത്തെ വരി. സൗം 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 സൗരകാന്തി ഭ്രമഹരമനിശം ഭാവയേ ബാഹുലേയം. സൗം 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 എന്ന ശബ്ദത്തോടുകൂടി മുഴങ്ങുന്നവനും, സൗരകാന്തി ഭ്രമഹരം സംസാരം എന്ന മരുമരീചിക ഭ്രമത്തെ അകറ്റുന്നവൻ, അങ്ങനെയുള്ള ബാഹുലേയനെ ഞാൻ സദാ ഭാവന ചെയ്ത് മനസ്സിൽ കാണുന്നു. ഭഗവാന്റെ രൂപവും ഭാവവും എല്ലായ്പ്പോഴും നിഴൽ പോലെ കൊണ്ട് നടക്കുന്നു. അതാണ് 4ാമത്തെ വരിയുടെ അർത്ഥം. ബാഹുല്യാഷ്ടകത്തിൽ പറയുന്ന ധ്വനി വിശേഷണങ്ങളെല്ലാം കുണ്ടലിനി പ്രാണപ്രസരത്തോടെ ആധാരചക്രങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നവയാണ്. ഇത്തരത്തിലുള്ള അനാഹധ്വനി ശ്രവണം മനസ്സിനെ സമാധാനപ്പെടുത്തി എല്ലാവിധ സംസാര ക്ലേശങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു. 2ാമത്തെ ശ്ലോകത്തിൻ്റെ ഈ ഒരു ചെറു വിവരണം ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ കൂട്ടായ്മയെ മുൻപോട്ട് കൊണ്ടുപോകുന്ന, ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് എല്ലാവർക്കും അതിന് അവസരവും കൊടുത്ത് ഭഗവാന്റെ ഓരോ കൃതികളിലൂടെ ഇങ്ങനെ പഠനം നടത്തി എല്ലാവർക്കും അത് പഠിച്ച് നന്നായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കാൻ അവസരം തരുന്ന അഡ്മിൻ പാനലിലെ എല്ലാവർക്കും ഭഗവാന്റെയും ശാരദാംബയുടെയും കൃപാകടാക്ഷം എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടായ്മയിൽ നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടി നിന്ന് ഭഗവാന്റെ കൃതികൾ പഠിക്കുന്ന ഓരോരുത്തർക്കും ഭഗവാന്റെയും അമ്മയുടെയും കടാക്ഷം എപ്പോഴും ഉണ്ടാകട്ടെ, എന്നും എപ്പോഴും കൂടെ ഉണ്ടാകട്ടെ, തുണയാവട്ടെ. അവരുടെ ജീവിത വഴിയിൽ, എല്ലാവരുടെയും ജീവിത വഴിയിൽ ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ തുണയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.